ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ സ്കൂൾ ലോ സിമേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഈ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എക്സാമിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. അത് 2024 എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതിന് ജസ്റ്റ് മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതും ഈ സെയിം ആൻസർ തന്നെ നമ്മൾ എഴുതിയാൽ മതിയാവും. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ examine scope of Article 32 and 226 in protecting environment. അങ്ങനെ സ്ഥിരം ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പം എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുപ്രീം കോർട്ട് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പം ഇത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, 4 വർഷം തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കത് എന്തായാലും ഒരു ഷുവർ എസ്സേ ആണ്. ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് എങ്ങനെയാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, പിന്നെ ഉള്ളത് എന്താണ്, ഏതൊക്കെ ഡോക്ട്രിൻസ് ആണ് ഇത് ജുഡീഷ്യറിയുടെ ഡിസിഷൻ വഴി ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അബ്സല്യൂട്ട് ലയബിലിറ്റി, ദെൻ പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, ദെൻ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, ദെൻ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ, 4ാമത്തേത്. 5 ഡോക്ട്രിൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 6th one, doctrine of intergenerational equity. Then 7th one, EIA, environmental impact analysis. ഇതെല്ലാം എന്താണ്, ജുഡീഷ്യൽ എംഫസിസ് കിട്ടിയിട്ടുള്ള ഡോക്ട്രിനാണ്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞില്ല, പബ്ലിക് പിൽ, അത് ആർട്ടിക്കിൾ 32ഉം 226ഉം. പിന്നെ കോമ്പൻസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, നോ ഫോൾട്ട് ലയബിലിറ്റി ആയിട്ട് ഉള്ള ആ ജുഡീഷ്യൽ ഇതൊക്കെ. പിന്നെ ഏതൊക്കെ സേഫ് ഗാർഡാണ്, എന്ത് സ്ട്രക്ചേഴ്സാണ് ഗവർണൻസിന് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പം ആ ജുഡീഷ്യൽ റെക്കമെൻഡേഷൻ വഴി വന്നിട്ടുള്ള ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ എന്തൊക്കെയാണ്. NGT ആണ്. ദെൻ നമുക്ക് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഏതൊക്കെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമ്മളെ പ്രാപ്തരാക്കിയത് ഏതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ചലഞ്ചസ്, കൺക്ലൂഷൻ. ഇത്രയാണ് ശരിക്കും എന്താണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ഈ എസ്സേയിൽ ഏകദേശം ഒരു 9 to 10 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് എന്താണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എപ്പോഴും ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. എന്താണ് ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് ഉള്ള ജുഡീഷ്യറി മാൻഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെയാണ്. അപ്പം ഇതൊരു എസെൻഷ്യൽ പ്രീറിക്വിസിറ്റ്സ് ആണ്. എസെൻഷ്യൽ പ്രീറിക്വിസിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ റിക്വിസിറ്റ് ആണ്. പിന്നെ ജുഡീഷ്യറിയുടെ ഒരു പ്രോ ആക്റ്റീവ് ആസ് വെൽ എസ് ക്രിയേറ്റീവ് റോളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എങ്ങനെ? ത്രൂ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് ജുഡീഷ്യലി ഇവോൾവ്ഡ് ഡോക്ട്രിൻസ്. ഓക്കെ, ദെൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇൻട്രൊഡക്ഷനകത്ത് പറയാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഡീഫോറസ്റ്റേഷൻ, അർബൻ എക്സ്പാൻഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റൂറൽ എന്താണ് സോഴ്സസ്. ഇതൊക്കെ തന്നെ നമ്മൾക്ക്
ഇതിനൊരു കാരണമായിട്ട് പറയാം. ഇനി എൻവയൺമെൻറ്റൽ ജൂറിസ്പ്രുഡൻസിനെ എങ്ങനെ ഈ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചില ഇതിനകത്തുനിന്ന് ഫണ്ടമെൻ്റൽ ആർട്ടിക്കിൾ 21-നകത്തേക്ക് കൊണ്ടുവന്നു. ചിലത് റൂൾസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ എന്താണ് ഒരു ഡയറക്ഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അറിയാമല്ലോ, ഡെഫിനറ്റ്ലി വി നോ ആർട്ടിക്കിൾ 21 48A ആൻഡ് 51AG ആയിരിക്കും. 48 എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. 51AG എന്ന് പറയുന്നത് സിറ്റിസണിൻ്റെ ഒബ്ലിഗേഷനാണ്. അതേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതും ഒരു എന്താണ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷനാണ്. അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്ന ഡോക്ട്രിൻസ് ഏതൊക്കെയാണ്? ഡോക്ട്രിൻ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി. അത് എവിടെ നിന്നാണ് ഏത് കേസിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്? ഒളിയം ഗ്യാസ് ലീക്കേജ് കേസിൽ നിന്നാണ്. ഇതിൻ്റെ സൈറ്റേഷൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഏതാണ്? AIR 1987 SE 1086 വേണമെന്നുണ്ടെങ്കിൽ ഓർക്കാം. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ UOFI ആണ്. എന്താ കാര്യം എന്തായിരുന്നു ഇത്? ലീക്കേജ് ഓഫ് ഒളിയം ഗ്യാസ് ഫ്രം ശ്രീരാം ഫുഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഡൽഹി കോസ്റ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഇഞ്ചുറി. എന്താ അതിനകത്ത് ഹെൽഡ് ചെയ്തത്? എന്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ഹസാർഡസ് or inherently dangerous activities are absolutely liable for absolute liabilityയുടെ ഡോക്ട്രിൻ കൊണ്ടുവന്ന ഇവോൾവ് ചെയ്ത കേസും ഇത് തന്നെയാണ്. സ്ട്രിക്റ്റ് ലയബിലിറ്റി ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു? ഡിഫെൻസ് എന്തായിരുന്നു? റിലയൻസ് വേഴ്സസ് ഫ്ലെക്സർ. സ്ട്രിക്റ്റ് ലയബിലിറ്റിക്കകത്ത് കുറച്ച് ഡിഫെൻസുകളുണ്ട്. അപ്പോൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി മൈനസ് ഈ ഡിഫെൻസുകളാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അബ്സല്യൂട്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രിക്റ്റ് ലയബിലിറ്റി മൈനസ് ദ ഡിഫെൻസസ്. എന്തായിരുന്നു കോർട്ടിൻ്റെ ഒബ്സർവേഷൻ? സച്ച് എൻ്റർപ്രൈസസ് ഓഫ് ആൻ അബ്സല്യൂട്ട് ആൻഡ് നോൺ ഡെലിഗേറ്റബിൾ ഡ്യൂട്ടി ടു എൻഷുർ that no harm results out of the functions of this establishment. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? സ്ട്രിക്റ്റ് എൻവയൺമെൻറ്റൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസിനകത്ത് സ്ട്രിക്റ്റ് എൻവയൺമെൻറ്റൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു. അതേപോലെ കോമ്പൻസേഷൻ മെക്കാനിസംസ്, വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ മെക്കാനിസംസ് വളരെയധികം സ്ട്രെങ്തൻ ചെയ്തു. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നടത്താൻ അവർക്കൊരു പേടിയുണ്ടാവും. അത് കോമ്പൻസേഷൻ വളരെ സ്ട്രെങ്തൻ ചെയ്തതുകൊണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡോക്ട്രിൻ ഈസ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. അപ്പം ജുഡീഷ്യറിയുടെ ഒരു ഇൻ്റർവെൻഷനാണ്, റോൾ ഓഫ് ജുഡീഷ്യറിയാണ്. സെക്കൻഡ് ഡോക്ട്രിൻ ഇവോൾവ് ചെയ്ത സെക്കൻഡ് ഡോക്ട്രിൻ ഏതാണ്? പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. ഏത് കേസുകളിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്? ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവൈറോ ലീഗൽ ആക്ഷൻ വേഴ്സസ് UOFI 1996. രണ്ടും ആ സെയിം ഇയറിലാണ്. അതേപോലെ വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് UOI. ഈ രണ്ട് കേസിൽ നിന്നും എന്താണ്? പൊല്യൂട്ടർ മസ്റ്റ് ബിയർ ദ കോസ്റ്റ് ഓഫ് പ്രിവെൻറ്റിംഗ് and remedying environmental damages. Polluter must bear the cost of preventing and remedying environmental damage. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? പൊല്യൂഷൻ കൺട്രോൾ ക്യാൻ നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് പബ്ലിക് എക്സ്ചക്കർ. അതായത് പബ്ലിക് എക്സ്ചക്കറിൽ നിന്നും എന്താണ് പൊല്യൂഷൻ കൺട്രോള് ഇതിൻ്റെ കോസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ ഇൻ്റർനാഷണൽ റെഫറൻസ് ഏതാണ്? പ്രിൻസിപ്പിൾ 16 ഓഫ് റയോ. 1992 റയോ ഡിക്ലറേഷൻ പ്രിൻസിപ്പിൾ 16 ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ജുഡീഷ്യൽ ഒബ്സർവേഷൻ എന്തായിരുന്നു? പൊല്യൂട്ടർ പേയ്സ്
Polluter pays principle is a sound principle of environmental jurisprudence and forms the part of law of the land. എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? Internalizes environmental cost and ensures deterrence against polluters. Okay? Then, third principle is precautionary principle. Precautionary principle വന്ന ഒരു കേസ് വെല്ലൂർ സിറ്റിസൺസ് ഇതാണ്. ദെൻ അനദർ ആ പ്രിൻസിപ്പിൾ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്തത് ഏതാണ്? AP ആന്ധ്രാപ്രദേശ് PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേഴ്സസ് പ്രൊഫസർ MV നായിഡു 1999. എന്താണ് പ്രിൻസിപ്പിൾ? വേർ ദർ ആർ ത്രെഡ്സ് ഓഫ് സീരിയസ് ഇറിവേഴ്സിബിൾ എൻവയൺമെൻറ്റൽ ഡാമേജ്. അങ്ങനെയുള്ള സമയത്ത് എന്താണ്? lack of full scientific certainty shall not be used as a reason for postponing preventive action. അവർക്ക് എന്താണ് സയൻറ്റിഫിക് സർട്ടൻറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരൊരു ഡിഫൻസായിട്ട് അത് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഇറിവേഴ്സിബിൾ ആണ് ഈ എൻവയൺമെൻറ്റൽ ഡാമേജ് എന്നുള്ളത്. അത് സേഫ് ഗാർഡിനുള്ള സയൻറ്റിഫിക് മെഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ഡിഫെൻസുകൾ ഒന്നും ഒരു എന്താണ് പ്രിവെൻറ്റീവ് ആക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ അല്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദ ബേർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദ ആക്ടർ ഓർ ഡെവലപ്പർ ടു ഷോ ദെയർ ആക്ഷൻ ഈസ് എൻവയൺമെൻ്റലി ബെനിഫിറ്റ്. അപ്പം ദെൻ കോർട്ട്സ് ഒബ്സർവേഷൻ എന്തായിരുന്നു? ആൻറ്റിസിപ്പേറ്റ് the establishment should anticipate, prevent and attack the causes of environmental degradation. അത് നിങ്ങൾ ചെയ്തിട്ട് മാത്രമേ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? യു ഹാവ് ടു അത് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലയബിൾ ഫോർ ദ കോമ്പൻസേഷൻ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? എൻകറേജസ് പ്രിവെൻറ്റീവ് റാദർ ദാൻ റെമഡി. അപ്പം റെമഡി കൊടുക്കുന്നതിന് പകരം പ്രിവെൻഷൻ തന്നെ ആദ്യം തന്നെ. കാരണം ഇതൊന്നും റിവേഴ്സിബിൾ അല്ല. ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഇതൊന്നും റിവേഴ്സ് ചെയ്യാൻ പ്രീവിയസ് കണ്ടീഷനോ എന്താണ് ലോസ് ഓഫ് ലൈഫ്, ലോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എന്താണ് പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ, ഇതൊന്നും എന്താണ് അതിനുണ്ടായ ലോസ് ഒന്നും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം പ്രിവെൻഷനാണ് ബെറ്റർ ദാൻ ദ റെമഡി. സോ ദ ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എവിടെയായിരുന്നു? കമൽനാഥിൻ്റെ കേസിലാണ് വന്നേക്കുന്നത്. കമൽനാഥിൻ്റെ കേസിൽ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ, അദ്ദേഹം അന്ന് എന്തായിരുന്നു? ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഒരു റിസോർട്ട് പണിതു. അത് ഫാക്ട്സ് ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പം എന്താ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാ? ജുഡീഷ്യൽ റോളിലേക്ക് അതിനെ മാറ്റിയെടുത്ത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ് ഈസ് എ ട്രസ്റ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് cannot convert public property to private use or for any commercial gain. അതാണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. കോർട്ടിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? റിസോഴ്സസ് ലൈക്ക് എയർ, വാട്ടർ, ഫോറസ്റ്റ് ആൻഡ് സീ ആർ മെന്റ് ഫോർ പബ്ലിക് യൂസ് ആൻഡ് cannot be privatized. ഇത് റീഅഫേം ചെയ്ത ഒരു കേസാണ് ഈ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. കമൽനാഥിൻ്റെ ജുഡീഷ്യൽ ഒബ്സർവേഷൻ റീഅഫേം ചെയ്ത മറ്റൊരു കേസാണ് ഇന്റലക്ച്വൽ ഫോറം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് AP 2006. എന്താണ്? പ്രൊട്ടക്റ്റഡ് വാട്ടർ ബോഡീസ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ഫ്രം എൻക്രോച്ച്മെന്റ്. പ്രൊട്ടക്റ്റഡ് വാട്ടർ ബോഡീസ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ഫ്രം എൻക്രോച്ച്മെന്റ്, അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അറിയാമല്ലോ. എസ്റ്റാബ്ലിഷ് ദ ഫിഡ്യൂഷറി റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ പ്രൊട്ടക്റ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്. സ്റ്റേറ്റിനെ ഒരു ട്രസ്റ്റി ആയിട്ടാണ്, പബ്ലിക്കിൻ്റെ ഒരു ട്രസ്റ്റി ആയിട്ടാണ്. പബ്ലിക് അതിൻ്റെ ബെനിഫിഷ്യറിയാണ്. അപ്പോൾ ട്രസ്റ്റി ആയിട്ട് സ്റ്റേറ്റിനെ കൊണ്ട് സ്ഥാപിച്ച ഒരു കേസാണ് എന്താണ് കമൽനാഥിൻ്റെ കേസ്, ഇൻ്റലക്ച്വൽ ഫോറത്തിൻ്റെ ആ കേസ്,
ദെൻ അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത ഡോക്ടറാണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ടറിൻ. 5ാമത്തെ ഡോക്ട്രിൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ എസ്സേ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഈ പ്രിൻസിപ്പിൾ എല്ലാം തന്നെ, ഈ കേസുകളെല്ലാം തന്നെ അതിനകത്തും എഴുതാൻ പറ്റും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് ഈ മേളിൽ പറഞ്ഞ 4 പ്രിൻസിപ്പിളും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു എസ്സേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരാം. അപ്പം അത് ഇവോൾവ് ചെയ്ത കേസ് ഏതാണ്? വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് UOI. എന്താണ്? ഡെവലപ്മെന്റ് മീറ്റ്സ് നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ. ഇപ്പം പ്രസന്റ് ജനറേഷൻ്റെ നീഡ്സ് ഫ്യൂച്ചർ ജനറേഷൻ്റെ റിസോഴ്സസിനെ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസ് പറ്റത്തില്ല. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള നീഡ്സ്, അതായത് ഫ്യൂച്ചർ ജനറേഷനും അവരുടേതായിട്ടുള്ള റിസോഴ്സസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് എക്സോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ ജനറേഷൻ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്ന കേസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു കേസ് എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ 2000 അതിനകത്ത് എന്താ പറഞ്ഞത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ മീൻസ് ടു റിക്കൺസൈൽ ഇക്കോളജി ആസ് വെൽ ആസ് ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ മീൻസ് ടു റിക്കൺസൈൽ എക്കോളജി ആസ് വെൽ ആസ്. ഇനി ഇത് ഇന്റർജനറേഷണൽ ബേസിസ്, ഇന്റർജനറേഷൻ പ്രിൻസിപ്പിൾ ഞാനിവിടെ പറഞ്ഞായിരുന്നു അല്ലെ. ഇന്റർജനറേഷൻ പ്രിൻസിപ്പിൾ, അതായത് പ്രിൻസിപ്പിൾ 1 ഓഫ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ ആസ് വെൽ ആസ് ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ട് 1987. ഇത് നമ്മൾ എപ്പോൾ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഏത്? ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ട് 1987 പ്രിൻസിപ്പിൾ 1 ഓഫ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനും. അപ്പോൾ ഇവിടുത്തെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ബാലൻസസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റൽ. ഓക്കെ. 6th ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡോക്ട്രിൻ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി. ആ കേസ് ഏതാണെന്ന് അറിയാമല്ലോ, ഒളിയം ഗ്യാസ് ലീക്കേജ് കേസ്. സെക്കൻഡ് ഈസ് പൊള്യൂട്ടർ പ്രേ പ്രിൻസിപ്പിൾ. അതെന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവൈറോ ലീഗൽ ആക്ഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതേപോലെ വെല്ലൂർ സിറ്റിസൺസ് കേസ്. ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു? പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു? ഏതായിരുന്നു കേസ്? സിറ്റിസൺ. മൂന്നാമത്തെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. നാലാമത്തെ പബ്ലിക് ട്രസ്റ്റ്, കമൽനാഥിന്റെയും. അതേപോലെ ഒരു കേസുണ്ട് ഇന്റലക്ച്വൽ ഫോറം. 5 ഡോക്ട്രിൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 6 ഡോക്ട്രിൻ ഓഫ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി. അപ്പം നമ്മൾ ഇവിടെ വരെ വന്നു. 6ാമത്തെ ഇനി ഏതാണ്? 6ാമത്തെ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി. അത് ഏത് കേസാണ്? സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് വേഴ്സസ് ഗണേഷ് വുഡ് പ്രോഡക്ട്സ് 1996 എന്താണ്? ദ പ്രസന്റ് ജനറേഷൻ ഹോൾഡ്സ് എൻവയോൺമെന്റ് ഇൻ ട്രസ്റ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മളത് ഫുള്ളി റിസോഴ്സസ് എക്സോസ്റ്റ് ചെയ്ത് അത് യൂസ് ചെയ്ത് എക്സോസ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ എന്താ അതിന്റെ ഒബ്സർവേഷൻ? എന്താ? ഇന്റർജനറേഷണൽ ഇക്വിറ്റി മെഷേഴ്സ് എൻഷുവേഴ്സ് that natural resources are preserved not merely for present but for the posterity. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്താണ് പ്രിസർവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരുന്നു? ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ലോങ് ടേം ഇക്കോളജിക്കൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ EIA, എൻവയൺമെന്റൽ ഇമ്പാക്ട് അനാലിസിസ്. അത് അതിൻ്റെ ജുഡീഷ്യൽ എംഫസിസ് ഏത്? നമ്മൾ റോൾ ഓഫ് ജുഡീഷ്യറി ആണ് എന്ന് പറഞ്ഞു. ജുഡീഷ്യൽ എംഫസിസ് ഈ EIAക്ക് കൊണ്ടുവന്ന കേസ് ഏതാണ്? APPCB ആന്ധ്രാപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേഴ്സസ് MV നായിഡു 2001. എന്തായിരുന്നു അതിൻ്റെ എസെൻസ്? പ്രയർ ഏതെങ്കിലും ഒരു സ്കീം വരുമ്പോൾ പ്രയർ അസസ്മെന്റ് ഓഫ് environmental impact is essential before approving any industrial or development projects. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് അല്ലെങ്കിൽ സ്കീം കൊണ്ടുവരുന്നതിന് മുമ്പ്
അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, ദർ ഷുഡ് ബി എ പ്രയർ അസസ്മെന്റ് ഓഫ് എന്താണ് എൻവയൺമെന്റൽ. അപ്പൊ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയും. അതിൻ്റെ കോസ്റ്റ് എന്താണ്, അത് എത്രമാത്രം എൻവയൺമെന്റിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്നുള്ള അതിൻ്റെ കോസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ എത്രമാത്രം പോപ്പുലേഷന് അത് ബെനിഫിഷ്യൽ ആണ് നോക്കി. അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കിയ ശേഷം ബെനിഫിഷ്യൽ ആണ് മുന്നിൽ നിൽക്കുന്നത്, ആ ത്രാസിലാണ് എന്താണ് കൂടുതൽ വെയിറ്റ് എങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യും. അപ്പം EIA അസസ്മെന്റ് വേണം. ദെൻ പ്രൊമോട്ട്സ്, എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് പ്രൊമോട്ട്സ് സയൻറ്റിഫിക് ഇവാലുവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എൻവയൺമെന്റൽ ഹാം ബിഫോർ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ. അടുത്തത് നമ്മൾ ജുഡീഷ്യറിയുടെ റോളാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഡെഫിനറ്റ്ലി PIL. PIL ഏതൊക്കെ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് ചെയ്യാം? 32 ഫ്രം ഇൻ സുപ്രീം കോർട്ട് ആസ് വെൽ as 226 ഇൻ ഹൈ കോർട്ട്സ്. അപ്പം എന്താണ്, സുപ്രീം കോർട്ട് ലിബറലൈസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ലോക്കസ് സ്റ്റാൻഡി allowing any person to approach the court for environmental purpose. അപ്പോൾ എന്താണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീസൺ ഫോർ സ്റ്റാൻഡിങ് ഹിയർ ഇൻ ദി എന്താണ് സുപ്രീം കോർട്ട്. വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? വാട്ട് ഈസ് യുവർ എന്താണ് നിങ്ങളുടെ റൈറ്റ് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് വേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? That is the concept of locus standi. So എന്തൊക്കെയാണ് ആ എൻവയൺമെന്റൽ പിൽസിന്റെ ഫീച്ചേഴ്സ്? ഡെമോക്രാറ്റൈസേഷൻ ഓഫ് എന്താണ് ജനാധിപത്യ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ആക്സസ് ടു ജസ്റ്റിസ്. ജനാധിപത്യ ആക്കുക, അല്ലെ, ആക്കിയെടുക്കുകയാണ് ഇത്. ആക്സസ് ടു ജസ്റ്റിസിന് ഒരു ജനാധിപത്യ ആക്സസ് കൊണ്ടുവരികയാണ്, അല്ലെ. ദെൻ ജുഡീഷ്യൽ മോണിറ്ററിങ് ഓഫ് വാട്ട് എക്സിക്യൂട്ടീവ് കംപ്ലൈൻസ്. ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടും എക്സിക്യൂട്ടീവ് ഈ എന്താണ് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, മോണിറ്റർ ചെയ്യാൻ വേണ്ടി കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അവരൊക്കെ കറപ്റ്റഡ് ആണോ, അവര് ഔട്ട് ഓഫ് ദ വേ ആണോ, ആർക്കെങ്കിലും എന്താണ് ഒരു പാർഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ബയാസ് കാണിക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ മോണിറ്ററിംഗ് ഉണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് കളക്റ്റീവ് എൻവയൺമെന്റൽ റൈറ്റ്സ്. അപ്പം പില്ലിൻ്റെ കേസിൽ നമുക്ക് ഈ കേസുകളൊക്കെ എഴുതാം. എന്താണ്? റൂറൽ ലിറ്റിഗേഷൻ ആൻഡ് RLE കേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. എന്താണ്? ഫസ്റ്റ് എൻവയൺമെന്റൽ പിൽ ആണ്. പില്ലിനകത്തെ ഏറ്റവും ആദ്യത്തെ കേസാണ് RLEK വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് സൂപ്പ് എന്ന് ഞാൻ പറയും, SOUP. അങ്ങനെയാണ് ഞാൻ അത് RLET വേഴ്സസ് സൂപ്പ് 1985. എന്താണ്? ബാൻഡ് ലൈംസ്റ്റോൺ ക്വാറിയിങ് ഇൻ മിസൂറി ടു പ്രിവെന്റ് ഇക്കോളജിക്കൽ ഡിഗ്രഡേഷൻ. രണ്ടാമത്തെ പിൽ ഏത് പറയാം? ഗംഗാ പൊല്യൂഷൻ കേസ്, MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസ് എന്നായിരുന്നു? 1988. എന്താ ചെയ്തത്? ഡയറക്റ്റഡ് ടു ക്ലോസ് പൊള്യൂട്ടിംഗ് ടാനറീസ് along the bank of river Ganga. Then അതേപോലെ ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ ലയബിലിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ടാനറീസ് റിവർ ഗംഗയുടെ ബാങ്കിലുണ്ടായിരുന്ന, ഗംഗാ തീരത്ത് ഉണ്ടായിരുന്ന ടാനറീസ് അത് പൊല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് അവർക്ക് ലയബിലിറ്റി അടിച്ചു കൊടുത്തു. അടുത്തത് റത്ലം. റത്ലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. മൂന്നാമത്തെ പിൽ നമുക്ക് നോക്കാം. റത്ലം മുനിസിപ്പൽ കൗൺസിൽ വേഴ്സസ് വർദ്ധിസൻസ് 1980-ലെയാണ്. എന്താണ്? ഹെൽഡ് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻകപ്പാസിറ്റി cannot excuse municipality from performing statutory duties to maintain sanitation. ഞങ്ങൾക്ക് സാനിറ്റേഷൻ കൊടുക്കാനുള്ള പൈസ ഇല്ലെന്ന് എന്താണ് റത്ലം മുനിസിപ്പാലിറ്റി ഒരു ഡിഫൻസ് ആയിട്ട് പറഞ്ഞു. അതൊന്നും ഇവിടെ പറയണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഡിഫൻസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് യു ഹാവ് ഫിനാൻഷ്യൽ ഇൻകപ്പാസിറ്റി ഒന്നും പറയണ്ട.
സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിങ്ങൾ ഇത് സംഭവങ്ങളൊക്കെ ചെയ്യണം. അത്രയും പറഞ്ഞു. ഇത് മൂന്നാമത്തെ കേസ് രാജ് ട്രപ്പീസിയം കേസ് എം ജി മെത്ത 1997 ആണ്. എന്താണ്? ഓർഡർ റീലൊക്കേഷൻ ഓഫ് പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് നിയർ ടാജ് മഹൽ ടു പ്രിസർവ് ദ ഹെറിറ്റേജ് ആൻഡ് പ്രിവെൻറ്റ് ആസിഡ് റെയിൻ ഡാമേജ്. ഇത്രയൊക്കെ അതിനകത്ത് എഴുതിയാൽ മതി. നമ്മൾ കേസ് ഓർത്തിരിക്കും. എന്താണ്? ഹെറിറ്റേജ് നമ്മൾ പ്രിസർവ് ചെയ്യണം, ആസിഡ് റെയിൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യണം, പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് നിയർ ടാജ് മഹൽ റീലൊക്കേറ്റ് ചെയ്യണം. അത്രയും 3 കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ടാജ് ട്രപ്പീസിയം കേസായി. ഇനി എന്താണ്? എവർ എൻഡിങ് മാൻഡമസ് ആണ്. നെവർ എൻഡിങ് അല്ല, നെവർ എൻഡിങ് മാൻഡമസ് ആണ് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് UFI 1997. ഇപ്പോഴും അതിനകത്ത് കക്ഷി ചേർന്നുകൊണ്ട് ഇംപ്ലീഡ് ചെയ്തുകൊണ്ട് പല സ്റ്റേറ്റുകളിലും ഉള്ള എൻവയൺമെന്റലിസ്റ്റുകൾ കേസ് ഇങ്ങനെ അത് റീ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു നെവർ എൻഡിങ് മാൻഡമസ്. വാട്ട് ഈസ് യുവർ അതോറിറ്റി ടു പൊള്യൂട്ട് അറ്റ്മോസ്ഫിയർ, എൻവയൺമെന്റ്, എയർ, വാട്ടർ എന്ന് പറഞ്ഞ് എല്ലാ സംഭവങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നെവർ എൻഡിങ് മാൻഡമസ് ആണ് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ പറഞ്ഞ പില്ലിനകത്ത് RLEK വേഴ്സസ് സൂബ് അറിയാമല്ലോ. ഫസ്റ്റ് PIL ആണ്. ലൈം സ്റ്റോൺ ക്വാറീസ് പ്രിവെന്റ് ചെയ്തു. സെക്കൻഡ് ഈസ് ഗംഗാ പൊല്യൂഷൻ കേസ്. അതിൻ്റെ ഗംഗാതീരത്തുള്ള ടാനറീസ് എല്ലാം ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ലയബിലിറ്റി അടിച്ചു കൊടുക്കുകയും ചെയ്തു. മുനിസിപ്പൽ റത്ലം മുനിസിപ്പാലിറ്റി വേഴ്സസ് വർദ്ധിച്ചത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻകപ്പാസിറ്റി ഒന്നും ഒരു ഡിഫൻസ് അല്ല എന്ന് പറഞ്ഞു. ടാജ് ട്രപ്പീസിയം കേസിനകത്ത് എന്താണ്? ഇൻഡസ്ട്രീസ് താജ്മഹലിനകത്തുള്ള അവിടെ അതിനടുത്തുള്ളതെല്ലാം റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആസിഡ് റെയിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ TN ഗോദവർമ്മൻ. അതില്ലാത്ത അത് ഏത് സംഭവത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന, എയർ പൊല്യൂഷനകത്ത് പറയാം, വാട്ടർ പൊല്യൂഷനകത്ത് പറയാം, ഫോറസ്റ്റിൻ്റെ അകത്ത് പറയാം, എല്ലാത്തിനകത്തും പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് എന്ന് പറയുന്നത്. പിന്നെ കോമ്പൻസേഷൻ, അതിൻ്റെ മെക്കാനിസം, റെമഡിയൽ മെക്കാനിസത്തിനകത്താണെങ്കിൽ റെസ്റ്റോറേഷൻ. പക്ഷെ റിവേഴ്സിബിൾ അല്ല. റിവേഴ്സിബിൾ അല്ല ഈ പൊല്യൂഷനൊക്കെ തന്നെ. അപ്പോൾ കോർട്ട് ഹാസ് എൻഷുർഡ് നോട്ട് ഓൺലി പ്രൊട്ടക്ഷൻ ബട്ട് റെസ്റ്റോറേഷൻ ഓഫ് ആൻഡ് കോമ്പൻസേഷൻ. റിസ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അപ്പം ശരിക്കും അതിനുള്ള കേസുകളും ഈ പറഞ്ഞിരിക്കുന്ന 2 കേസ് തന്നെ എഴുതാം. എൻവൈറോ ലീഗൽ ആക്ഷൻ കേസ്, അതുപോലെ തന്നെ MC മേത്ത ഗംഗാ പൊല്യൂഷൻ കേസ്. അപ്പം ഇവിടെ മറ്റൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു, നോ ഫോൾട്ട് ലയബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് നോ ഫോൾട്ട് ലയബിലിറ്റി എൻഷുവേഴ്സ് ഇമ്മീഡിയറ്റ് കോമ്പൻസേഷൻ വിത്തൗട്ട് ദ പ്രൂഫ് ഓഫ് നെഗ്ലിജൻസ്. അതായത് ഇതിനൊരു കാരണമല്ല എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കവിടെ ഒരു ഡിഫൻസ് ഉണ്ട്. സത്യത്തിൽ ഞങ്ങളല്ല അതിന് കാരണം എന്ന് സംഭവം ഒരു ഡിഫൻസ് കൊണ്ടുവരാം. നോ ഫോൾട്ട് ലയബിലിറ്റി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ. ദെൻ അടുത്തത് എന്താ? ഏതൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇതിനു വേണ്ടി ഈ ഗവർണൻസിന് വേണ്ടി കൊണ്ടുവന്നത്? എൻവയൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഏതൊക്കെയാണ്? ഒരെണ്ണം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. 2010 സ്റ്റാറ്റ്യൂട്ട് ആയിരുന്നു. സ്പെഷ്യലൈസ്ഡ് സ്റ്റാറ്റ്യൂട്ട് അല്ല, ഒരു കോർട്ടാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് എൻവയൺമെന്റൽ കോർട്ട് ഫോർ എക്സ്പീഡിയസ് ഡിസ്പോസൽ ഓഫ് കേസ്. എക്സ്പീഡീഷ്യസ് ഡിസ്പോസൽ, അത് വളരെ വേഗം സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസിന് വേണ്ടിയിട്ട് അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൊണ്ടുവന്നു. അപ്പം അതാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പം അത് വേറെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഏതൊക്കെയാണ്? സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ 72, റയോ 92, അതുപോലെ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് ഓൺ 1987. പറയാം. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്താണ്?
ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് അല്ലേ? ഈ ഏതെല്ലാം ജുഡീഷ്യൽ ഡയറക്റ്റീവ്സ് കൊണ്ടുവന്നു പറഞ്ഞാലും അവിടെ ഒരു ബ്യൂറോക്രാറ്റിക് ഇനേർഷ്യ ഉണ്ട്. അവർ ഇങ്ങനെ മടി പിടിച്ച് അവിടെ ഇരിക്കും. ബ്യൂറോക്രാറ്റ്സ് ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അവർക്കൊരു ഇനേർഷ്യ ഉണ്ട്. അവർ ഇരിക്കുന്നിടത്തൊന്നും അനങ്ങത്തില്ല. അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യൽ ഓവർ റീച്ച് നമുക്കിത് എല്ലായിടത്തും എന്താണ് എക്സസീവ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു പബ്ലിക് പോളിസി അല്ല. അതേപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് എഗൻസ്റ്റ് ആണ് എക്സസീവായിട്ടുള്ള ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ, ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഓവർ റീച്ച് ആണ്, നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. സയൻറ്റിഫിക് കോംപ്ലക്സിറ്റി അറിയാമല്ലോ. ഇതെല്ലാം വളരെ ടെക്നിക്കൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റ്സ് ആണ്. നമുക്കതൊന്നും ചിലതൊക്കെ മനസ്സിലാക്കാൻ പോലും പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ എൻവയൺമെൻറ്റിൽ നടക്കുന്ന പൊല്യൂഷൻ കൊണ്ട് ഈ എയർ, അതുപോലെ തന്നെ എയറിനകത്തെ ഗ്യാസുകൾ, ഓസോൺ ലെയർ, ഇതൊക്കെ എന്ന് പറയുന്ന സംഭവം ഒരു സാധാരണ സൊസൈറ്റിയെ, സാധാരണ ഇൻഡിവിജ്വൽസിന് മനസ്സിലാക്കാനും പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. അതാണ് ഒരു സയൻറ്റിഫിക് കോംപ്ലക്സിറ്റി ഉണ്ട്. പിന്നെ എപ്പോഴും ഡിലേഡ് ജസ്റ്റിസ് ആണ്, അതുപോലെ പബ്ലിക് അപ്പാത്തിയാണ്, ലാക്ക് ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അവരൊരു അവജ്ഞയാണ്, ഒരു നിസ്സഹകരണം എപ്പോഴും ഉണ്ട്. അപ്പോൾ പബ്ലിക് അപ്പത്തിയും ദെൻ അതും ഈ എൻഫോഴ്സ്മെൻറ്റ് വീക്കെൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താക്കും നോക്കുക. Indian judiciary has emerged as the most dynamic institution in environmental guidance. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ കേസുകൾ ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ഡോക്ട്രിൻസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനൊക്കെയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി, പൊള്യൂട്ടർ പേസിനും പ്രിക്കോഷണറി പ്രിൻസിപ്പിളായിട്ടും പബ്ലിക് ട്രസ്റ്റ് ആയിട്ടും ഒക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഈ എസ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നമ്മൾ എല്ലാവർക്കും ഒരു 10 മാസ് ഈ എസ് ഐക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. കാരണം നമ്മൾക്ക് അന്യോന്യം ഇത് മ്യൂച്വലായിട്ട് ഇത് ബെനിഫിഷ്യൽ ആവണമല്ലോ. ഓക്കെ, താങ്ക് യു. നിർത്തുന്നു.